സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ആരംഭിച്ചതായിട്ടുള്ള വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലൂടെയാണ്. അവിടെയും ഒരു യാഗത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. അത് കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ എന്നാണ്. അതിനെക്കുറിച്ച് സഹോദരൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയുണ്ടായി. നാം സ്നേഹത്തിൽ നടക്കുമ്പോൾ ആ സ്നേഹത്തിൽ നടക്കുന്ന നടപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ പിതാവിന് ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ച നടപ്പാണ്. എത്ര പേരുടെ ഹൃദയത്തിലേക്ക് ആ ഒരു ചിന്ത എത്തപ്പെട്ടു എന്ന് എനിക്കറിയില്ല. സ്നേഹത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണ്, ആ സ്നേഹത്തിൽ നടക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അതിനെ ഒന്ന് നമുക്ക് തിരുത്തി വായിച്ചാൽ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയും വഴിപാടുമായി യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ വഴിപാടും യാഗവുമായി ആർക്കർപ്പിക്കണം? സഹോദരങ്ങൾക്ക് അർപ്പിക്കണം. അപ്പോൾ ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചുവോ, നമ്മെ സ്നേഹിച്ചുവോ, അതിന് എന്ത് വില കൊടുത്തുവോ അതേ നിലയിൽ വില കൊടുത്താണ് നാം അന്യോന്യം സ്നേഹിക്കേണ്ടത്. ഈ ചിന്ത നിങ്ങളിലേക്ക് എത്രത്തോളം വന്നു എന്നെനിക്കറിയില്ല. നമ്മളുടെ സ്നേഹം പലപ്പോഴും എങ്ങനെയാണ്? കണ്ടുമുട്ടുമ്പോൾ ഒരു സ്തോത്രവും പറഞ്ഞ് കുശലാന്വേഷണമൊക്കെ നടത്തി ഒന്ന് കെട്ടിപ്പിടിച്ച്, അല്ലേ? അത്രേ ഉള്ളൂന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെയാണ് നമ്മളുടെ സ്നേഹപ്രകടനത്തിൻ്റെതായ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ 2-ാമതൊരു യാഗത്തെക്കുറിച്ച് സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. 3-ാമത് ഏബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ഒരു യാഗമായി അർപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യാഗമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൊന്നുകളഞ്ഞു, അല്ലേ? അതാണ്, കൊന്നുകളഞ്ഞു. അത് ദൈവത്തിന് ചെയ്യുമ്പോൾ യാഗമായിട്ടും അല്ലെങ്കിൽ അത് കൊലപാതകമായിട്ടും അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ അതൊരു യാഗമാണ്. അല്ല, അത് മറ്റു കാരണങ്ങളാലാണെങ്കിൽ അതിനെ ആത്മഹത്യ എന്നോ അല്ലെങ്കിൽ കൊലപാതകമോ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇന്ന് ഒരു മരണത്തെക്കുറിച്ച് പ്രിയ സഹോദരനും അത് സൂചിപ്പിച്ചപ്പോൾ മരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ മരിച്ചവരാണോ? മരിച്ചിട്ടുണ്ടോ? ആർക്കൊക്കെ ഉണ്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് ജീവൻ ആർക്കൊക്കെ ഉണ്ട്? റോസ്ലി സിസ്റ്റർ എന്തോ ഒന്ന് പറഞ്ഞു. എല്ലാവർക്കും ജീവനുണ്ടല്ലേ? അതാണ് പ്രശ്നം. എല്ലാവർക്കും ജീവനുണ്ട് എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിലേക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ എല്ലാവർക്കും ജീവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മളിവിടെ വായിക്കുന്നത്? ചാകുന്നില്ല എങ്കിൽ
അങ്ങനെ ഇരിക്കും, തനിയേ ഇരിക്കും. അതായത് യാതൊരു വക പ്രയോജനവുമില്ല. ശരിയാണോ? വചനം അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ചത്തില്ല എങ്കിൽ ഗോതമ്പ് മണി, ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അതങ്ങനെ തന്നെ ഇരിക്കുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും വിളവ് കൊണ്ടുവരാനായിട്ട് കഴിയുമോ? അത് മുളച്ച് അതിൽ നിന്ന് ഒരു മുള വന്ന് അതൊരു ചെടിയായിട്ട് വളർന്ന് അതിൽ ധാരാളം ഗോതമ്പ് മണികൾ ഉണ്ടാവുന്നു. അതങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം നമുക്ക് കൊയ്യാൻ പോയാൽ എത്ര കിട്ടും? കേടായ, അല്ലേ? ഒരു വർഷമൊക്കെ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ഗോതമ്പ് മണി എങ്ങനെ ഉണ്ടാവും? അത് കേടായ, ഉപയോഗശൂന്യമായ ഒരു ഗോതമ്പ് മണിയായിട്ട് അത് നമുക്ക് കിട്ടും. 4 മുതൽ 6 മാസം വരെ അങ്ങനെ. എന്നാൽ അത് അങ്ങ് ചത്താൽ പിന്നെ അതിൽ നിന്ന് ഉളവാകുന്നതായ, അതെങ്ങനെയാണ് ചാകുന്നതെന്നറിയാവോ? എങ്ങനെയാണ് ഗോതമ്പ് പൊടി നിലത്ത് വീണ് ചാകുന്നത്? ഒരു മുള പൊട്ടിക്കഴിയുമ്പോൾ ആ മുള വേരൊക്കെ പിടിച്ച് മറ്റ് മണ്ണിൽ നിന്ന് വളവും മറ്റ് വെള്ളവുമൊക്കെ ആഗിരണം ചെയ്യാൻ കഴിയുന്നത് വരെ, അതിന് ആ ബലം പ്രാപിക്കുന്നത് വരെ അത് എവിടെ നിന്നാണ് അതിൻ്റെ പോഷണം എടുക്കുന്നത്? ആ വിത്തിൽ നിന്നാണ്. അങ്ങനെയാണത് ചാകുന്നത്. അപ്പോൾ അങ്ങനെ ചത്തില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല, അത് ഫലം കായ്ക്കുകയുമില്ല. ചത്താൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ജീവനുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകം അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ 25-ാമത്തെ വാക്യത്തിൽ 2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, തൻ്റെ ജീവൻ. 2, നിത്യജീവൻ. തൻ്റെ ജീവനും നിത്യജീവനും, ഈ 2 വാക്കുകൾ അവിടെ ഇല്ലേ? ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ 2 ജീവൻ്റെ സാധ്യതകളുണ്ട്. ഒന്ന് നമ്മളുടെ തന്നെ ജീവൻ, മറ്റൊന്ന് നിത്യജീവൻ. ഇതിലേത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കണമെന്നാണ് വചനം പറയുന്നത്. ഇതിലേത് വേണം? നമ്മുടെ ജീവൻ വേണോ നിത്യജീവൻ വേണോ? ഇത് രണ്ടും കൂടെ കിട്ടൂല. ഇത് രണ്ടും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും, ഞാൻ ചത്തില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും, ഒരു പ്രയോജനവുമില്ല, ഇന്ന് നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെ അങ്ങനെ ഇരുന്നങ്ങ് പോകും. നിത്യജീവൻ എന്ന് പറയുന്നത് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഒന്ന് ഏറ്റുപറഞ്ഞ് കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നിത്യജീവനെ, കേവല വിശ്വാസം, അതായത് ഒരു പിശാചിനുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ളൊരു വിശ്വാസം കൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ കിട്ടുമെന്നൊക്കെ പഠിപ്പിച്ച് ഇന്ന് ലോകത്തെ, ക്രിസ്തീയ ലോകത്തെ വലിയ ചതിയിലാക്കിയിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് എന്ന് നമുക്കറിയാമല്ലോ. വചനം പറയുന്നത് നിങ്ങൾ ചത്താലേ നിങ്ങൾക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയുള്ളൂ, നിങ്ങൾ നിത്യജീവൻ വരികയുള്ളൂ എന്നാണ്. അപ്പോൾ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ, എങ്ങനെയാണ് ഒരാൾ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നത്? ഇവിടെ 2 രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവനെ സ്നേഹിക്കുകയും പിന്നെ തൻ്റെ ജീവനെ പകയ്ക്കുകയും. അത് രണ്ടും അവിടെ ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവനെ സ്നേഹിക്കാം, നമ്മളുടെ ജീവനെ പകയ്ക്കാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. അപ്പോൾ ഈ ചാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തൻ്റെ ജീവനെ പകയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? എന്തെങ്കിലും വ്യാഖ്യാന പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ? വളരെ ക്ലിയർ ആണല്ലോ, അല്ലേ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ആ ചാകലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, വിശദീകരണമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ജീവനെ പകയ്ക്കുക. അപ്പോൾ തനിയെ ഇരിക്കുന്ന, ഫലം കായ്ക്കാൻ കഴിയാത്തതായ, വിളവ് തരാൻ കഴിയാത്തതായ ആ ഗോതമ്പ് മണി, അതിനെക്കുറിച്ച് എന്തുവാ താരതമ്യം ചെയ്തിരിക്കുന്നത്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. അപ്പോൾ ചാകാത്ത ഗോതമ്പ് മണി തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവനും ചത്ത ഗോതമ്പ് മണി എന്ന് പറയുന്നത് തൻ്റെ ജീവനെ പകയ്ക്കുന്നവനുമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിത വിജയത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ
ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഇതിനെ പല ഭാഷകളിൽ അത് കർത്താവും അതിനുശേഷം ശിഷ്യന്മാരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്നെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവനെ പകയ്ക്കുക എന്നാണ്. ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഞാൻ എൻ്റെ ജീവനെ പകയ്ക്കുന്നു, എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഇത് തന്നെയാണ്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താ? സ്വന്തം ജീവനെ പകയ്ക്കുക എന്നാണ്. അതായത് എന്നിലുള്ള എൻ്റെ ജീവൻ ആഗ്രഹിക്കുന്നതിനല്ല, മറിച്ച് യേശു എന്ന എൻ്റെ പുതിയ കർത്താവ് ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ ഇനി മുമ്പോട്ട് ജീവിക്കുന്നത്. അതാണ് നമ്മളെ സംബന്ധിച്ച ഒരു യാഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരൻ 3 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ സാധാരണഗതിയിൽ മൃഗങ്ങളെയൊക്കെ യാഗമർപ്പിക്കുമ്പോൾ ഒരാളാണ് ഒരു മൃഗത്തെ കൊന്ന് യാഗമായിട്ട് അർപ്പിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും പുരോഹിതൻ. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ കൊല്ലുക എന്ന് പറയാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ക്രിസ്തു വിശ്വാസികൾ യാഗമർപ്പിക്കുമ്പോൾ അതാരാ യാഗമർപ്പിക്കുന്നേ? ഓരോരുത്തരും അവരവരെ തന്നെയാണ്, സ്വയമാണ്. അതിനെയാണ് സ്വയത്തെ ത്യജിക്കുക എന്ന് പറയുന്നത്, ഡിനൈങ് സെൽഫ്, സ്വയത്തെ ത്യജിക്കുക. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക്, ഇപ്പം ബാബു സഹോദരന് വേണ്ടി എനിക്ക് എന്നെ യാഗമർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് ബാബു സഹോദരനെ യാഗമർപ്പിക്കാനായിട്ടും കഴിയുകയില്ല. ഞാൻ എന്നെയും ബാബു സഹോദരനെയും യാഗമായിട്ട് അർപ്പിക്കുക. അതാണ് ക്രിസ്തീയ ജീവിത യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ യാഗമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മെ തന്നെ ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ടില്ല എങ്കിൽ നാം ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതമല്ല, മറിച്ച് നമ്മുടെ തന്നെ ജീവിതമാണ്. ശരിയാണോ? എന്തെങ്കിലും വിരുദ്ധാഭിപ്രായമോ എതിരഭിപ്രായമോ ഉണ്ടോ? നമ്മെ തന്നെ ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് അല്ല നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിരിക്കുന്നതെങ്കിൽ നാം ക്രിസ്തീയ ജീവിതമല്ല നയിക്കുന്നത്, നാം നമ്മുടെ തന്നെ ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവരും, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവൻ അതിനെ കളയും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. കളയാൻ സാധ്യതയുണ്ട് എന്നാണോ? അല്ല, തീർച്ചയാ, അസർട്ടീവ്, തീർച്ചയാ. പ്രിയമുള്ളവരെ, എത്രയോ കാലമായിട്ട് നാം ദൈവവചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ കാര്യം പല വിധത്തിൽ ഈ വേദിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ബൈബിൾ ക്ലാസ്സുകളിൽ നാം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവരാണോ? നാം നിത്യജീവനായി നമ്മുടെ ജീവനെ പകയ്ക്കുന്നവരാണോ? ചില ഉദാഹരണങ്ങൾ എൻ്റെ കഴിഞ്ഞകാല ക്രിസ്ത്യ ജീവിതത്തിൽ ചില ഉദാഹരണങ്ങൾ ജീവനെ പകയ്ക്കുന്നത് സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഞാൻ ആയിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ബന്ധമുള്ള ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ അനേക സംഭവങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നു അതിൽ ചില സംഭവങ്ങൾ ആളും പേരും ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ പറയാതെ തന്നെ സംഭവങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവനെ പകച്ച് ദൈവിക ജീവനെ പ്രാപിച്ചത്, അതല്ല എങ്കിൽ അവർ തന്നെ മരിച്ച് ചത്ത്
ഫലം കായ്ക്കത്തക്ക ഒരു ജീവിതത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ. ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സുജോങ്കളെ എന്നാണ് വിളിക്കുന്നത്, സുജോങ്കളെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സഹോദരി പ്രശ്നം? ഞാനും എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മായിയമ്മയും ഉണ്ട്. നല്ല കാര്യം അല്ലേ? മാതാപിതാക്കന്മാരൊക്കെ കൂടെ ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. അതിനുശേഷം ആ സഹോദരി എന്നോട് പറഞ്ഞു, സഹോദര, 24 മണിക്കൂറും ഞങ്ങൾ ഒരു വീട്ടിലാണ്, പക്ഷെ ഞാനും അമ്മയുമായിട്ട് 2-3 വാക്കുകളെ സംസാരിക്കാറുള്ളൂ. യാതൊരു വക സംസാരങ്ങളില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? എന്നെ പരിചയപ്പെട്ട കാലം മുതൽ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കതങ്ങ് മറക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, മറക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ചത്തുപോകണം. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അതും പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, സഹോദരി, പ്രശ്നം വളരെ ഗൗരവമാണ്. സഹോദരി ഒരു കാര്യം ചെയ്യണം. ഞാൻ പറയുന്ന പോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ സഹോദരി അപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടുള്ള കാര്യം, ഞാനൊരു വിശ്വാസിയാണ്, പക്ഷെ അമ്മ വിശ്വാസിയല്ല. ഒരു വിശ്വാസിയായിരിക്കുന്ന എനിക്ക് അമ്മയെ സ്നേഹിക്കാനോ അമ്മയോട് സംസാരിക്കാനോ പോലും കഴിയാതിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ്. അത് എൻ്റെ ഒരു കുഴപ്പമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പം അമ്മ ഇപ്പോൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പണ്ടായിരുന്നു കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരമ്മയാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഴയത് മറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ അമ്മയെ കൊണ്ട് വല്ല കുഴപ്പമുണ്ട്? ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എങ്കിലും സംസാരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ശരിയായിട്ടുള്ള ട്രാക്കിലാണ്. കാരണം ഞാനൊരു വിശ്വാസിയായിരിക്കെ എൻ്റെ പെരുമാറ്റം ഇങ്ങനെ ആവരുത്, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നുള്ളതായ ഉത്തമ ബോധ്യം സഹോദരിയുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയുണ്ട്. സഹോദരി തീർച്ചയായിട്ടും ആ ട്രാക്കിൽ തന്നെയാണ്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ചത്താൽ മതി. ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞു, ചെയ്യാം. എന്നാൽ അമ്മയുടെ അടുത്ത് എന്നിട്ട് അമ്മയോട് പറയണം, അമ്മയെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. എനിക്ക് അമ്മയെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. എല്ലാറ്റിനും ഏകപക്ഷീയമായിട്ട് ഞാൻ അമ്മയോട് മാപ്പ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുക്കാൻ പറഞ്ഞു. ആ സഹോദരി അങ്ങനെ ചെയ്തു. ഇന്ന് അവരുടെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് അമ്മയും മകളും തമ്മിൽ സംസാരിച്ചിട്ട് തീരുന്നില്ല, വിഷയങ്ങൾ തീരുന്നില്ല. അതുപോലെ സന്തോഷത്തിലാണ് ആ കുടുംബം പോകുന്നത്. പ്രിയമുള്ളവരെ, അപ്പം ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അമ്മ പണ്ട് ചെയ്തതോ പറഞ്ഞതുമായിട്ടുള്ള ഒറ്റ കാര്യവും അമ്മയോട് പറയുകയോ ഞാൻ ഇത്രയും കാലവും ഇങ്ങനെ പെരുമാറിയതിൻ്റെ പശ്ചാത്തലം അതാണ് എന്നൊന്നും പറയാനായിട്ട് നിൽക്കരുത്. അതൊന്നും വേണ്ട. നമ്മളുടെ തെറ്റ് നാം ഏറ്റുപറഞ്ഞ് നമ്മളോട് മരിക്കുമ്പോൾ ബാക്കിയുള്ള ക്രമീകരണം ദൈവം അവിടെ വരുത്തി കൊടുക്കും. എന്തായാലും ദൈവം ക്രമീകരണം വരുത്തി. മരിച്ചു, വളരെ വിളവുണ്ടായി, സന്തോഷവും സമാധാനവും ഒക്കെ ആ കുടുംബത്തിൽ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശരി, മറ്റൊരു സംഭവം പറയാം. എൻ്റെ അടുക്കൽ വേർപിരിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നു. എൻ്റെ ബന്ധത്തിലുള്ളൊരു കുടുംബമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഭാര്യ, അപ്പം ഞാൻ ഇങ്ങനെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ആളുമൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ കേസ് കിട്ടുകളൊക്കെ ചിലപ്പം എൻ്റെ അടുത്ത് വരാറുണ്ട്. ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് ഒരു രക്ഷയില്ല. ഭാര്യ വളരെ നീറ്റാണ്, പക്ഷെ ഭർത്താവ് മോശക്കാരനാണ്. ഭർത്താവ് പറഞ്ഞു, ഞാൻ വളരെ ഡീസൻ്റാണ്, ഭാര്യ വളരെ
കുഴപ്പക്കാരിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ ഭർത്താവിൻ്റെ കുഴപ്പവും നിങ്ങളുടെ നന്മയുമാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ഭർത്താവിൻ്റെ നന്മയും നിങ്ങളുടെ കുഴപ്പവും ഒന്ന് എഴുതി എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. അതുപോലെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പവും നിങ്ങളുടെ ഭാര്യയുടെ നന്മയും എഴുതി എൻ്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞു. അവരെഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങിയപ്പം അവരത്രയും കാലം പറഞ്ഞതൊന്നുമല്ല അവർക്ക് എഴുതി പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും വന്നു, സന്തോഷമായിട്ട് ഈ കാലഘട്ടത്തിലെല്ലാം അവരൊരുമിച്ച് ജീവിക്കുന്നു. അവർ മരിച്ചു. അവരവരിലേക്ക് തന്നെ വന്നു. നമ്മൾ നമ്മളിലേക്ക് തന്നെ വന്ന് നമ്മളുടെ പരാജയങ്ങളും നമ്മുടെ കുറവുകളും കാണുന്നിടത്തും അത് അംഗീകരിക്കുന്നിടത്തും അവിടെ മാനസാന്തരപ്പെടാൻ തയ്യാറാവുന്നിടത്തും മാത്രമേ നമ്മുടെ മരണം സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മരണം സംഭവിക്കുന്നുവെങ്കിൽ മാത്രമേ അവിടെ ഒരു ജീവൻ, നിത്യജീവൻ, അല്ലെങ്കിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഇനിയും പറയാം, ധാരാളം സംഭവങ്ങളുണ്ട്. ചിലതൊക്കെ ചില കാര്യങ്ങൾ മാത്രം അങ്ങനെ പറയാം. മറ്റൊരു കുടുംബത്തിൽ മാതാപിതാക്കന്മാരുണ്ട്, മക്കളുണ്ട്. മക്കൾ തമ്മിൽ വലിയ പ്രശ്നം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ഡൈവോഴ്സ് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു വിശ്വാസി കുടുംബമാണ് കേട്ടോ. അപ്പോൾ ഇത് ആ സഭയിലെ ആളുകൾ ആരും അറിയാതെ ഭയങ്കര രഹസ്യമാക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. കാരണം സഭയിൽ ആരെങ്കിലും അറിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര നാണക്കേടാവും അല്ലേ? സഭയിൽ ഉള്ള അവരുടെ സ്ഥാനത്തിനും മാനത്തിനും. അവരങ്ങനെ സഭയിലെ ഒരു ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെയുള്ള ആദരമൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് സഭയിലെ ശുശ്രൂഷകന്മാരുൾപ്പെടെ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഡൈവോഴ്സിൻ്റെ പക്കത്താണ്. അപ്പോൾ അവരുടെ ബന്ധത്തിലുള്ള ഒരു വിശ്വാസി അവരോട് പറഞ്ഞു, നിങ്ങളിത് മറച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാലം പ്രശ്നത്തിനൊരിക്കലും പരിഹാരമുണ്ടാകുകയില്ല. ഞാനിത് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരത് പറഞ്ഞു. മരിച്ചു. ആ കുടുംബം മനോഹരമായിട്ട് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, എത്രയെത്ര ഉദാഹരണങ്ങളാണ് നാം നമ്മോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ കളയാനും ദൈവിക ജീവനിലേക്ക് കടന്നു വരുവാനും കഴിയുന്നുവെങ്കിൽ. പിന്നെയും വേണ്ട ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, എനിക്ക് സഭയ്ക്കും വിശ്വാസികൾക്കൊക്കെ കൊടുക്കണം എന്ന് വലിയ താല്പര്യമാണ്. പക്ഷെ കൊടുക്കണം എന്നുള്ള തീരുമാനമൊക്കെ വരും. പക്ഷെ കൊടുക്കേണ്ട ആ സമയം വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കേണ്ടി വരുമ്പോൾ സഹായിക്കാതിരിക്കാനുള്ള ധാരാളം ന്യായങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ കൊടുക്കുകയില്ല. ഒരാൾ പറഞ്ഞതാണ്. കൊടുക്കണമെന്നുണ്ട്, പൈസയുമുണ്ട്. പക്ഷെ കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ അത് കൊടുക്കാതിരിക്കാനുള്ള ധാരാളം ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞു, സഹോദരനത് മുറുക്കെ പിടിച്ചേക്കുവാണ്, ആ കൈയൊന്ന് അഴയ്ക്കണം. അങ്ങനെ പതുക്കെ പതുക്കെ കൈ അഴയ്ക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ധാരാളം കൊടുക്കുന്നതിൽ സമൃദ്ധിയും അതിൽ സന്തോഷവും കണ്ടെത്തുന്ന ഒരു കുടുംബമായിട്ട് അത് മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സഭാ ജീവിതത്തിലോ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഏത് മേഖലകൾ നാം എടുത്താലും കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഈ ഒരു വചനം, അതായത് കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകുകയില്ല. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അങ്ങനെ വളരെ വിളവുണ്ടാകുന്നതായ ഒരു ദൈവിക ജീവന്റെ സമൃദ്ധിയിലേക്ക് വേണമോ നാം പോകുവാൻ? അതോ യാതൊരു വിളവുമില്ലാതെ 6 മാസം കഴിയുമ്പോൾ ദ്രവിച്ചു പോകുന്നതായിട്ടുള്ള
നാശത്തിൻ്റെ വഴിയിൽ നാം നിൽക്കണമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഈ പ്രശ്നത്തിന് ദൈവം ഒരു പരിഹാരം വരുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ചാകണം എന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അല്ലേ? എനിക്ക് എന്നെ തന്നെ ക്രൂശിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ 2 കൈയും ആ കുരിശിൻ്റെ 2 കെട്ടാൻ എന്നെ കൊണ്ട് കഴിയുമോ? ഒന്ന് കെട്ടാം, മറ്റേ കെട്ടാൻ പറ്റുമോ? ഇല്ല. അല്ലേ? വേണമെങ്കിൽ 4 കെട്ടാം, 1 കൈ കെട്ടാം, മറ്റേ കൈ എന്തായാലും കെട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മെ ക്രൂശിക്കണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? ആരുടെയെങ്കിലും ഒരു പരസഹായം നമുക്ക് വേണം. അതിന് ദൈവം ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് സഭ. സഭയാണ് നമ്മെ ക്രൂശിക്കേണ്ടതിന്, നമ്മെ ഒരു യാഗമായി സമർപ്പിക്കേണ്ടതിന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത്. സഭ എന്ന് പറയുമ്പോൾ സഭയിൽ ശുശ്രൂഷകന്മാരുണ്ട്, സഭാവിശ്വാസികൾ എല്ലാവരും ഉണ്ട്. അന്യോന്യം പ്രബോധിപ്പിക്കണം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അതൊക്കെ നമ്മെ തന്നെ ക്രൂശിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങളാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ ഞാൻ പലപ്പോഴും ആളുകളെ സ്തോത്രം ചെയ്യുന്നത് കേൾക്കാറുണ്ട്. ദൈവം നമുക്ക് ചെയ്തതായിട്ടുള്ള നന്മകളൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയും. എന്നാൽ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചൊരു പരിപാടിയുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അങ്ങ് ശ്രദ്ധിക്കാറില്ല. എന്താണ് നമ്മളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറയുന്നത്? ധാരാളം വാക്യങ്ങളിൽ അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലൊരു കാര്യം മാത്രം, ഒരു വാക്യം എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതാണ് ഒരു സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള പരിപാടി. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായ ഏകപക്ഷീയമായ സമർപ്പണം എന്നുള്ളത് അതിന് ആവശ്യമാണ്. എന്നാൽ അതിനോട് കൂടെ ആവശ്യമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് നമ്മെ തന്നെ ക്രൂശിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പരസഹായം, ഒരു സഭാസഹായം അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ട് ആ സഭാസഹായത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകലജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ എന്ന് പറയട്ടെ, ഉപദേശം കേൾക്കുക. അല്ലേ? ആരെങ്കിലും ഉപദേശിക്കാമെന്ന് നമ്മുടെ മനോഭാവം എന്താ? അതിനോടൊരു വിരക്തിയാണ്. അല്ലേ? ശരിയാണോ? പൊതുവിൽ എങ്ങനെയാ? ആണോ? ആളുകൾ ആരും ഒന്നും പറയുന്നില്ല. നമ്മളെ ആരെങ്കിലും പ്രത്യേകിച്ച് പുതിയ തലമുറയെ നമ്മൾ ഉപദേശിക്കാൻ ചെന്നാൽ, അച്ചുകുട്ടൻ പുതിയ തലമുറയാണ്, ഉപദേശിക്കാൻ വരുമ്പോൾ എന്താ ഒരു മനോഭാവം? കുറച്ചൊക്കെ കുഴപ്പമില്ല. ഈ സഭയിൽ എന്നെ ഏത് കാര്യത്തിലും തിരുത്താൻ പൂർണ്ണ അവകാശം സുജോസവറിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഏക വ്യക്തിയാണ് അച്ചുകുട്ടൻ. അപ്പൊ അച്ചുകുട്ടന് പോലും ഒരു പരിധി വരെ അത് സഹിക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിയാ സഹോദരി സഹോദരന്മാരെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ നമ്മളെന്താ അതിനോട് പ്രതികരിക്കുന്നേ? എന്നെ ഉപദേശിക്കാൻ വരണ്ട, നിങ്ങളാരും നിങ്ങളുടെ കാര്യം നോക്ക്, അതല്ലെങ്കിൽ സഭയിൽ വേറെ ഉപദേശം ആവശ്യമുള്ളതായ മറ്റ് പല ആളുകളുമുണ്ട്, നിങ്ങളൊക്കെ അവരുടെ കാര്യം നോക്കിയിട്ട് അവസാനം എൻ്റെ ഇടയ്ക്കിലേക്ക് പോവുക, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട. ഒരു സഭയിൽ, ഞാൻ മുമ്പായിരുന്നൊരു സഭയിൽ ഒരു സഹോദരൻ, ഒരു യുവാവ് പരസ്യമായി പ്രബോധിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത്, എൻ്റെ ആരുടെയും പേഴ്സണൽ സ്പേസിലേക്ക് ആർക്കും ഞാൻ ഒരു പ്രവേശനവും കൊടുക്കുകയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും വരണ്ട, എനിക്ക് തോന്നിയതുപോലെ. അല്ലേ? ന്യായാധിപന്മാരുടെ കാലത്ത് ആളുകൾ ജീവിച്ചത് എന്താ? ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ.
അപ്പോൾ ഇന്ന് സഭകളിലും, ഞാൻ ഇവിടത്തെക്കുറിച്ചല്ല പറയുന്നത്, സഭകളിലും ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് സാധ്യമല്ല. കാരണം എന്താണ്? ഉപദേശിക്കാൻ ചെന്നാൽ സഭ വിട്ടുപോകും, അല്ലേ? അങ്ങനെയല്ലേ? പൊതുവിൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, തിരുത്താനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ സഭ വിട്ട് പോകും. അതുകൊണ്ട് പാസ്റ്റർമാരും മൂപ്പന്മാരും ഒക്കെ എന്ത് ചെയ്യും? അവർ സഹിക്കും. ആൾ വേണമല്ലോ, അല്ലെ? സഭയിൽ ആൾ വേണം. കുറച്ച് ആൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ്. അപ്പോൾ സഭയിൽ ആളുകളെ നിലനിർത്തേണ്ടതിന് വേണ്ടി ഈ പ്രബോധനം, സഭയിൽ പരസ്യമായിട്ട് ഉള്ള ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രബോധനവുമില്ല, ശാസനയുമില്ല, ഗുണീകരണവുമില്ല, തർജ്ജനയുമില്ല, ഉപദേശവുമില്ല. അങ്ങനെ യാതൊന്നുമില്ലാത്തതായ സഭാകൂട്ടങ്ങളാണ്, അല്ലെങ്കിൽ സഭകൾ എന്ന് വിളിക്കുന്ന കൂട്ടങ്ങളാണ് ഇന്ന് ലോകത്തെല്ലായിടത്തുമുള്ളത്. അത് പലപ്പോഴും ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോയാൽ 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങുന്നു, 11:30 കഴിയുന്നു. അപ്പോൾ 10 മണിക്കോ 10:05 10:10 കയറി വരുന്നു, 11:30 ആകുമ്പോൾ ചാടി ഇറങ്ങി എല്ലാവരും വീട്ടിൽ പോകുന്നു. അത്രമാത്രമാണ് സഭ എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സഭയ്ക്കുള്ള പങ്ക് അതുമാത്രമാണ്. അപ്പോൾ സഭയില്ലാതെയും സഭയിലെ സഹോദരങ്ങളില്ലാതെയും എനിക്ക് എന്നെ തന്നെ ക്രൂശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ, സഭയ്ക്കോ സഭയിലെ സഹോദരന്മാർക്കോ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു അനുവാദവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാം ക്രൂശിക്കപ്പെടാൻ തയ്യാറല്ല, ചാകാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഫലം കായ്ക്കുകയില്ല. ഞാൻ എൻ്റെ ജീവനെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനെ സ്നേഹിച്ചാൽ അതിനെ കളയും. എൻ്റെ ജീവനെ പകയ്ക്കുന്നുവെങ്കിൽ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. എബ്രായർക്ക് എഴുതിയ സഭായോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭായോഗത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ ഇന്ന് സഭായോഗം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സാധാരണ എന്താ പറയുക? ആരാധന, അല്ലേ? ആരാധന. കറക്റ്റ് ഉത്തരവാണ് പൗലോസ് പറഞ്ഞത്. ആരാധനയ്ക്ക് പോവുകയാണ്. ഒരാൾ പോയില്ലെങ്കിൽ ഇന്ന് ആരാധനയ്ക്ക് പോയില്ല. ചിലർ പറയും ഇന്ന് ആരാധന വളരെ ഉഷാറായിരുന്നു, ചിലർ പറയും ഇന്ന് ആരാധന ഒട്ടും ശരിയായില്ല, അല്ലേ? അങ്ങനെയൊക്കെ ആരാധന, അതാണ് കാര്യം. പക്ഷെ തമാശ എന്താണെന്നറിയാമോ? സഭായോഗം ആരാധനയ്ക്കുള്ളൊരു യോഗമൊന്നുമല്ല. സഭായോഗം ആരാധനയ്ക്കുള്ള യോഗമാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. ഞാനും മകനും കൂടെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാമെന്നാണ് പറയുന്നത്, അല്ലേ? എബ്രാഹാമിൻ്റെ കാര്യത്തിൽ ഞാനും മകനും കൂടെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആഴ്ചയിൽ 7 ദിവസത്തിൽ 6.5 ദിവസവും നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് നമ്മളുടെ ആരാധന. അര ദിവസത്തെ ജീവിതം അത് ആരാധനയല്ല. അതിനെ എങ്ങനെയാണ് ഇങ്ങനെ ആരാധനയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നെന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ പിശാചിൻ്റെ തെറ്റായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സഭായോഗം അതെന്തിനാ? പത്താം അധ്യായത്തിന്റെ 24 വാക്യം, എബ്രായർ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ സഭായോഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്നേഹമുണ്ടാകണം, സഹോദരന്മാരെ സ്നേഹിക്കണം. എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് സഹോദരൻ നമ്മളോട് പറഞ്ഞത് നേരത്തെ? നമ്മളെ തന്നെ വഴിപാടും യാഗവുമായിട്ട് അർപ്പിക്കാത്ത, പിതാവിന് അർപ്പിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ വഴിപാടും യാഗവുമായി അർപ്പിക്കാത്ത ജീവിതങ്ങൾക്ക് സഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയുകയില്ല. കാണുമ്പോൾ ചിരിച്ചു കാണിക്കാൻ കഴിയും, വർത്തമാനം പറയാൻ കഴിയും, സൽക്കരിക്കാൻ കഴിയും, കെട്ടിപ്പിടിക്കാൻ കഴിയും, ഇതൊക്കെ കഴിയും, സ്നേഹിക്കാൻ കഴിയില്ല. ഇതൊന്നും സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളല്ല. സ്നേഹത്തിന് ഇതൊക്കെയും ഉണ്ട്, പക്ഷെ അതൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്നേഹമാകുന്നില്ല. സ്നേഹമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിടാനും ചെലവായി തീരാനും ഇല്ലാതെയായി തീരാനും നമുക്ക് മനസ്സ് വരുമ്പോഴാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കഠിന വാക്കാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ വചനത്തിൽ പറഞ്ഞതിനോട് വെള്ളം ചേർക്കാനോ എൻ്റെ സൗകര്യത്തിനനുസരിച്ചും എൻ്റെ എളുപ്പത്തിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും എളുപ്പത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് അതിനെ വ്യാഖ്യാനിക്കാനോ പഠിപ്പിക്കുവാനോ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട്
നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ സഭായോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാധനയല്ല. ആരാധന 6 ദിവസം നടത്തുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. നാം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, നാം കൃഷിപ്പണി ചെയ്യുമ്പോൾ, നാം ബിസിനസ് ചെയ്യുമ്പോൾ, നാം എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിലെല്ലാം ആരാധനയുണ്ട്. കാരണം എന്താ? നിങ്ങൾ തിന്നാലും കുടിച്ചാലും നാം ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ആരാധനയാണ്. പിറുപിറുപ്പോടുകൂടി പരാതി പറഞ്ഞുകൊണ്ട് തൃപ്തിയില്ലാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാവില്ല. എന്നാൽ നമുക്ക് മുമ്പിൽ വെക്കുന്നതായിട്ടുള്ള ഭക്ഷണം സ്തോത്രം ചെയ്ത് സന്തോഷത്തോടു കൂടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നത് അതും ആരാധനയാണ്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അതും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുമ്പോൾ അതും ആരാധനയാണ്. അപ്പോൾ സഭായോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാധനായോഗമല്ല. ശരിയാണോ ബാബു ബ്രദറെ? ശരിയാണ്. അപ്പോൾ ബാബു ബ്രദറും സഹബ്രദർ ശരിയല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ സഹോദരന്മാർക്ക് ഏക അഭിപ്രായമാണുള്ളത്. നമ്മളുടെ ജീവിതമാണ് ആരാധന എന്ന് പറയുന്നത്. ശരി. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം. പിന്നെ ഈ സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് 2 തലങ്ങളിലാണ്. ഒന്ന്, ഒരു സഭാ കൂടിവരവും അവിടെ നമ്മൾ തുടർന്നു പോരുന്നതായിട്ടുള്ള വചനപ്രകാരമുള്ള അപ്പം നുറുക്കൽ, പ്രാർത്ഥന, കൂട്ടായ്മ, വചനപഠനം, അല്ലേ? അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഇത് ഒരു സഭായോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ സഭായോഗത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ സഭായോഗത്തിന് പുറത്ത് ഒരു ശുശ്രൂഷയുണ്ട്. അതിൽ നമുക്കൊത്തിരി പരാജയം അല്ലെങ്കിൽ കുറവുകളും ഉണ്ട് എന്ന് നമുക്ക് കാണാം. ആ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും. അപ്പോൾ ഇവിടെ സഭാ ശുശ്രൂഷയുടെ 2 തലങ്ങൾ അവിടെയുണ്ട്, ഇല്ലേ? ശരിയല്ലേ? എന്തൊക്കെയാണ് മനസ്സിലായില്ലേ? ഒന്ന്, പരസ്യമായി ചെയ്യേണ്ടതുണ്ട്, അല്ലേ? 2, വീട് തോറും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് പരസ്യമായി ചെയ്യേണ്ടതുണ്ട്, വീട് തോറും ചെയ്യേണ്ടതുണ്ട്. നാം ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യുന്നതെല്ലാം പരസ്യമായിട്ടാണ്. എന്നാൽ വീട് തോറും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷ സഭാ ശുശ്രൂഷയിൽ ഉണ്ട്. ശരിയാണോ ബാബുസോര? ശരിയല്ലേ? അതെ. അങ്ങനെ വീട് തോറും ശുശ്രൂഷ ചെയ്യുന്ന പൊതുവിൽ പല സഭകളിലും ഒരു സംവിധാനമുണ്ട്. അതെന്തിനാണ് പോകുന്നത്? പോകുക, പ്രാർത്ഥിക്കുക, ചിലർ എന്തെങ്കിലും മേടിക്കുക, പോവുക, അല്ലേ? അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ ചെയ്തേ? എന്തെങ്കിലും വാങ്ങിച്ചു എന്നുള്ളതാണോ? എന്തെങ്കിലും ഒരുമിച്ച് കഴിച്ചു എന്നുള്ളതാണോ? കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു, അല്ലേ? അവിടെയും നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കാ വരുന്നത്. എന്താണത്? ഉപദേശം. ശശികുട്ടാ, അവിടെയും ഉപദേശമുണ്ട്. അപ്പോൾ പരസ്യമായും വീട് തോറും ഉള്ള 2 ശുശ്രൂഷയാണ് സഭാ ശുശ്രൂഷയിൽ ഉള്ളത്. അച്ചിക്കുട്ടിന് ഞാൻ ഏറ്റവും വലിയ ഒരു മാർക്ക് ആദ്യം കൊടുത്തേച്ചാട്ടോ ഇത് പറഞ്ഞത്. അപ്പോൾ ഈ വീട് തോറും നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പോയാൽ എന്താ ചെയ്യുക? നമ്മൾ ചെല്ലുന്നു, ചായ ഉണ്ടാക്കുന്നു, കടിയൊക്കെ മേടിക്കുന്നു, കഴിക്കുന്നു, വർത്താനമൊക്കെ പറയുന്നു, സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോരുന്നു, അല്ലേ? ശരിയാണോ? അതാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണോ ചെയ്തേ? അല്ല. അവിടെ വീട് തോറും പരസ്യമായും ഒന്നും മറച്ചു വയ്ക്കാതെ, അതായത് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് വേദന ഉണ്ടാകുമോ, കേൾക്കുന്ന ആൾ സഭയിൽ നിന്ന് പോകുമോ, അതൊന്നും അവിടെ വിഷയമല്ല, അല്ലേ? പ്രയോജനം, ആത്മീകമായിട്ടുള്ള പ്രയോജനമുള്ള ഒരു കാര്യമാണോ അത് തുറന്ന് പറയുകയും ഉപദേശിക്കുകയും ചെയ്തു. അതാണ് ഇത് എഫെസോസിലെ സഭയെ സംബന്ധിച്ച് ഇത് പറയുന്നത്. എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും
സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആ നല്ല കാഴ്ചപ്പാട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശരി, ഇതിനെ മറ്റൊരു രീതിയിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും ലേഖനകാരൻ പറയുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച്, 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ മുമ്പോട്ട് പോകുന്നത്. അവിടെ ആദ്യ ഭാഗത്ത് നിങ്ങളെ നടത്തുന്നവരെ, അല്ലേ? ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം അത് നടക്കാനറിയാത്ത, നടക്കാൻ പറ്റാത്ത 1-1.5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് എഴുതിയ ലേഖനമാണോ? ആണോ? അല്ല അല്ലേ? അല്ലല്ലോ, അല്ല. അപ്പോൾ സഭാജീവിതത്തിൽ ആളുകളെ നടത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്നെ ആരും നടത്താൻ വരണ്ട, ഞാൻ നടന്നോളാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള, അതിലെ അവിടെയാണ് തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്തു പറയും? എന്നെ ആരും ഉപദേശിക്കണ്ട, എന്നെ ആരും നടത്തണ്ട, ഞാൻ എൻ്റെ കാര്യവുമായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊള്ളാം, ജീവിച്ചുകൊള്ളാം, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, എന്നെ നിമിത്തം തൻ്റെ ജീവനെ പകയ്ക്കുന്നവന് നിത്യജീവനായി അതിനെ സൂക്ഷിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലെല്ലാം, എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയത്തിൻ്റെതായിട്ടുള്ള ധാരാളം മേഖലകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി നാം അതും ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. നാം നടത്തപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം മരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഒന്നും മറച്ചുവെക്കാതെ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നാം കൊടുക്കുന്നുവെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ നാളുകളിൽ വരുത്തുവാനായിട്ട് ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും, യാതൊരു ഫലവുമില്ലാതെ ഇരിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ ദൈവത്തിനോ ദൈവസഭയ്ക്കോ യാതൊരു പ്രയോജനവുമില്ലാതെ നമ്മളുടെ ജീവിതം ഇരിക്കും. നിത്യജീവനായി സൂക്ഷിക്കും, അല്ലേ? അപ്പോൾ നമ്മളുടെ ജീവനെ പകയ്ക്കാനും തന്നെ ത്യജിക്കാനും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ വിധേയപ്പെടാനും നമുക്ക് മനസ്സില്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഈ കാലങ്ങളിൽ അനേകം ആളുകളില്ല, ചുരുക്കമായിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ മരിക്കുവാൻ തയ്യാറായി, സ്വന്തം ജീവനെ സൂക്ഷിക്കുവാൻ നിൽക്കാതെ തുറന്ന കാര്യങ്ങൾ പറഞ്ഞ് രമ്യതപ്പെടാനും അതുപോലെ തന്നെ തിരുത്താനും ഒക്കെ തയ്യാറായി ജീവിക്കുന്നതിൻ്റെ നല്ല നല്ല ഗുണഫലങ്ങൾ അവരുടെ സഭയിലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ കാണാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമ്മളുടെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കറിയാം എല്ലാവർക്കും 100 നാവാം. പുറമേ നിന്ന് വന്ന് നമ്മുടെ സഭയിൽ നമ്മുടെ മീറ്റിങ്ങിനൊക്കെ കൂടിപ്പോയ ആളുകൾക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സഭയും സഭാ കൂടിവരവും നമ്മുടെ വിശ്വാസികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട അനേകം മേഖലകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റാനായിട്ടുണ്ട്, തിരുത്താനായിട്ടുണ്ട്. നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ജീവനെ പോഷിപ്പിക്കുന്നതിന്, നമ്മുടെ അഭിമാനത്തെ പോഷിപ്പിക്കുന്നതിന്, നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നതിന് വേണ്ടി നാം മറച്ചുവെച്ചും എല്ലാം ശരിയാണ്, ഓക്കെയാണ് എന്നുള്ളൊരു പ്രതീതി എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിച്ച് നാം മുമ്പോട്ട് പോയാൽ ഒരു ഫലവും ഉണ്ടാകാതെ അത് അവസാനിക്കുകയുള്ളൂ. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ച്
ആത്മീയമായുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും അതിന് വിധേയപ്പെടുവാനും നമുക്കിടയാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.